മലയാളത്തിലെ പ്രമുഖ ശാസ്ത്രലേഖകനും അധ്യാപകനുമായ സാബു ജോസാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തുന്നത്. മലയാളത്തിലെ ഒട്ടുമിക്ക ആനുകാലികളിലും മാഗസിനുകളിലും ശാസ്ത്രലേഖനങ്ങൾ എഴുതുന്ന സാബു ജോസ് ഈ വർഷത്തെ മുണ്ടശ്ശേരി അവാർഡ് ജേതാവ് കൂടിയാണ്. സാബു ജോസിന്റെ ശാസ്ത്രവിശേഷങ്ങൾ കാണാം. മലയാളത്തിലെ പ്രധാനപ്പെട്ട ശാസ്ത്ര എഴുത്തുകാരനും ഈ വർഷത്തെ മുണ്ടശ്ശേരി അവാർഡ് ജേതാവുമായ സാബു ജോസ് സാറാണ് ഇന്ന് നമ്മുടെ മോർണിംഗ് ഷോയിലെ അതിഥി. സാർ, സ്വാഗതം. ദൈവത്തിൻ്റെ മനസ്സ് എന്ന പുസ്തകത്തിനാണ് ഈ വർഷത്തെ മുണ്ടശ്ശേരി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. പലപ്പോഴും ദൈവവും ശാസ്ത്രവും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ വരാൻ കാരണം? എന്താണ് ഈ പുസ്തകത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്? പ്രപഞ്ചം, ജീവൻ, അന്വേഷണം എന്നീ 3 മേഖലകളായിട്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. പ്രപഞ്ചത്തോളം തന്നെ പ്രായമുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്വേഷിക്കലാണ് ഒരുപക്ഷെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ. ഞാൻ എങ്ങനെ ഇവിടെ ഉണ്ടായി, എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം, നാളെ എന്താവും സംഭവിക്കാൻ പോകുന്നത്, എനിക്കും ഈ ഭൂമിക്കും ഈ പ്രപഞ്ചത്തിനും എങ്ങനെയായിരിക്കും അവസാനമുണ്ടാവുക, എങ്ങനെയായിരിക്കും ഇതിൻ്റെ തുടക്കം എന്നിങ്ങനെയുള്ള ഒരുപാട് അന്വേഷണങ്ങൾ മനുഷ്യൻ്റെ ചരിത്രത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മളതിന് അതിഭൗതികത്തിൻ്റെയും ആത്മീയതയുടെയും ഒക്കെ പരിവേഷം നൽകി അത് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയോട് കൂടിയിട്ട്, ഉദാഹരണത്തിന് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള പ്രതിഭാശാലികളുടെ വരവോട് കൂടിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ് ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിനും അവസാനത്തിനും അതിനെ പരിപാലിക്കുന്നതിനും ഒരു സ്രഷ്ടാവിനെയോ ദൈവത്തെയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ ഭൗതികശാസ്ത്രത്തിൻ്റെ പ്രമാണങ്ങളെന്ന് വിളിക്കാം. പക്ഷേ ആ ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരുതുന്ന പോലെ പ്രതികാരം ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുകയോ വിശിഷ്ടമായൊരു സ്ഥലം ഒരുക്കി തരികയോ ചെയ്യുന്ന ഒരാളല്ല. ഒരു സ്വകാര്യ ദൈവമായിട്ട് അതിനെ കണക്കാക്കരുത്. ഭൗതികശാസ്ത്രത്തിൻ്റെ പ്രമാണങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവം എന്ന് വിളിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ അത് ഭൗതികശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ചില അടിസ്ഥാന പ്രമാണങ്ങളാണ്. ഞാൻ ഈ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ മനസ്സ് എന്ന് ഉപയോഗിക്കാൻ കാരണം, നിങ്ങൾക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് അറിയണമെങ്കിൽ, നിങ്ങൾക്ക് വ്യക്തികളെക്കുറിച്ച് അറിയണമെങ്കിൽ, നിങ്ങൾക്ക് സമൂഹത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം അത് സയൻസാണ്, അല്ലെങ്കിൽ ഭൗതികശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ മനസ്സ് എന്നെല്ലാം പറയുന്നതും ഭൗതികശാസ്ത്രത്തിലെ ചില അടിസ്ഥാന പ്രമാണങ്ങളാണ്. ഈ പുസ്തകത്തിലും അതുതന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലയാളത്തിൽ പൊതുവിൽ മറ്റ് സാഹിത്യരൂപങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് എഴുത്തുരൂപങ്ങളെ അപേക്ഷിച്ച് ശാസ്ത്ര എഴുത്ത് വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ വായനക്കാരും കുറവാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ശാസ്ത്രത്തെക്കുറിച്ച് വലിയ അറിവാണ് മലയാളികൾക്ക്. പക്ഷേ ശാസ്ത്രബോധം എന്നുള്ളത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം തുലവും കുറവാണ്. എന്തായിരിക്കാം ഇതിനൊക്കെയുള്ള കാരണം? മലയാളികൾക്കെന്നല്ല, പൊതുവെ മനുഷ്യരുടെ കാര്യം തന്നെ പരിഗണിച്ചാൽ കൂടുതലും വിശ്വാസികളാകണം മനുഷ്യർ. ശാസ്ത്രത്തെ തന്നെ വിശ്വസിക്കാനുള്ള ഒരു മാർഗമായി എടുക്കുകയാണ്. ശാസ്ത്രബോധമല്ല പലപ്പോഴും നമുക്കുണ്ടാകുന്ന ശാസ്ത്രവിശ്വാസമാണ്. നമ്മൾ ശാസ്ത്രത്തിൻ്റെ ഫലങ്ങൾ ഉപയോഗിക്കുകയാണ്, അതായത് ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലാതെ ശാസ്ത്രബോധം ഉണ്ടാകുന്നില്ല. പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും അങ്ങനെ തന്നെ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. കുട്ടികളൊരു ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുന്ന പോലെ, സയൻസ് പഠിക്കുന്ന ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, ഏറ്റവും എളുപ്പത്തിൽ ജോലി സമ്പാദിക്കാനായിട്ട് സയൻസ് പഠിച്ചാൽ നടക്കും എന്നപ്പോൾ. ഉദാഹരണത്തിന് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങാൻ ചെന്ന് കഴിയുമ്പോൾ ആരും പറയാറില്ല, നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ ഈ മരുന്ന് തരുള്ളൂ. കാരണം അതിൻ്റെ ഫലം നമ്മൾ ഉപയോഗിച്ചു, പക്ഷേ എനിക്ക് കെമിസ്ട്രി അറിയേണ്ട, എങ്ങനെയാണ് ഈ മരുന്നുണ്ടായതെന്ന്. നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്സിൽ ഒരു മാസ്റ്റർ ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ തരുള്ളൂ, കാരണം അതിനകത്ത് ഫിസിക്സാണ് ഉപയോഗിക്കുന്നത്, അപ്ലൈഡ് ഫിസിക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയില്ല. നമ്മളതിൻ്റെ ഫലം ഉപയോഗിക്കും. എന്നിട്ടോ അതിൽ കൂടി നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും മറ്റു കാര്യം പ്രചരിപ്പിക്കുകയും ചെയ്യും. സയൻസിൻ്റെ ഫലം ഉപയോഗിക്കുകയും പിന്നെ അതിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട്, പക്ഷേ സയൻസിനെതിരായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നു. പിന്നെ മാത്രമല്ല, സമൂഹം ബഹുമാനത്തോടെ കാണുന്ന ചില വ്യക്തികളെങ്കിലും പലപ്പോഴും ഈ ശാസ്ത്ര വിരുദ്ധമായ ചില പ്രസ്താവന ഇറക്കുകയും അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ യുവജനങ്ങൾക്കുമൊക്കെ ഒരു തെറ്റായ രീതിയിലേക്ക് അവരെ നയിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. നമ്മൾ ശാസ്ത്രബോധത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മലയാളികൾ ശാസ്ത്രീയമായിട്ട് ഒരുപാട് അറിവുകൾ നേടുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ വാക്സിനുകൾക്കെതിരെയും ഇതുപോലുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു വിമുഖത മലയാളികളിൽ നിന്ന് വികസിച്ചു വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം മലയാളികൾക്ക് ഇത്തരത്തിൽ വാക്സിനോടും അതുപോലുള്ള ആരോഗ്യ മേഖലയിൽ, ഇപ്പോൾ നമുക്കറിയാം നിപ പോലുള്ള കാര്യങ്ങൾ വന്നപ്പോഴൊക്കെ എന്താ പറയുക, പ്രകൃതി ചികിത്സയിലേക്ക് പോകണമെന്നാണ് പലരും പറഞ്ഞിരുന്നത്. എന്തായിരിക്കും മലയാളിയുടെ പൊതുബോധം ഇത്തരത്തിലേക്ക് മാറാനുണ്ടാകുന്ന ഒരു കാരണം? പല കാരണങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തേത് ഈ വാക്സിൻ മുതലായവ മോഡേൺ മെഡിസിൻ്റെ ഭാഗമാണ്. അതായത് നമ്മൾ സാധാരണ പറയുന്ന ഇംഗ്ലീഷ് മരുന്ന് എന്ന് പറഞ്ഞാൽ വിദേശത്തു നിന്ന് വരുന്ന ഒരു വസ്തുവിനോടുള്ള ഒരു എതിർപ്പ് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നു.
ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അവരുടെ കേടായിപ്പോയ വാക്സിനുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ജനങ്ങളിൽ പരീക്ഷിക്കുന്നതായിരിക്കാം എന്ന തരത്തിലുള്ള പ്രചാരണം ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ ഈ പറയുന്ന ശാരീരികമായിട്ടും അത് മാനസികമായിട്ടും ജനങ്ങളെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള മരുന്നുകളാണ് ഈ വാക്സിനുകൾ എന്ന രീതിയിലേക്ക് പ്രചാരണം നടക്കുന്നുണ്ട്. മറ്റൊന്ന്, എല്ലാം സ്വദേശീയമായതെല്ലാം നല്ലതാണ് എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പക്ഷേ മണ്ണിൽ നിന്ന് എടുക്കുന്നതാണ്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടാക്കുന്നതാണ്, ജൈവികമാണ് എന്ന പേര് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഉൽപ്പന്നവും ഇവിടെ വിറ്റഴിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. എനിക്ക് തോന്നുന്നു ആ രീതിയിലേക്കും ഒരു പക്ഷേ ഈ ഇത്തരം ഒരു തെറ്റായ ബോധം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. ഇനി സാറിൻ്റെ എഴുത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ അടുത്തൊരു ആർട്ടിക്കിൾ എഴുതുകയുണ്ടായി, സ്റ്റീഫൻ ഹോക്കിങ്സിനേക്കാളും ഒരു വലിയ ആളാവേണ്ട അല്ലെങ്കിൽ ആ രൂപത്തിൽ അറിയപ്പെടേണ്ട ആളായിരുന്നു ECG സുദർശൻ എന്നുള്ളത്. എന്താണ് അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് എത്തിപ്പെടാൻ കാരണം? സയൻസിൽ അങ്ങനെ ഒരു പ്രയോഗം നടത്താൻ കഴിയുമോ എന്ന് അറിയില്ല, ശരിയാണെന്ന് എനിക്കറിയില്ല, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഒരുപക്ഷെ ഏറ്റവും നിർഭാഗ്യവാനായ ശാസ്ത്രജ്ഞൻ എന്ന് വേണമെങ്കിൽ ഈ സുദർശൻ സാറിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഒരുപാട് തവണ നോബൽ സമ്മാനത്തിന് വേണ്ടിയിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടാണ് അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഉപയോഗിച്ചവർക്കും അത് പരിഷ്കരിച്ചവർക്കും തുടർച്ചയായിട്ട് നോബൽ സമ്മാനം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ടാക്യോണുകൾ എന്ന് പറയുന്ന പ്രകാശ അതിവേഗ കണങ്ങൾ, പക്ഷേ എനിക്ക് തോന്നുന്നത് ശാസ്ത്രലോകവും ഇവൻ മീഡിയ ഒക്കെ തെറ്റിദ്ധരിച്ചു പോയതാണ്. പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ആപേക്ഷിക സിദ്ധാന്തം തകർന്നുപോയി എന്നാണ്. ആപേക്ഷിക സിദ്ധാന്തം തകർന്നു പോകുക എന്ന് പറഞ്ഞാൽ ഭൗതികശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായ പ്രമാണങ്ങളെല്ലാം മാറ്റി എഴുതേണ്ടി വരും, അല്ലെ പൊളിച്ചെഴുതേണ്ടി വരുമെന്ന്. പിന്നെ ഈ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയുള്ള ഒരു പ്രതിഭാശാലിയുടെ മുൻപിലേക്കാണ് സുദർശൻ സാറിനെ പോലെ ഒരാൾ എത്തിപ്പെടുക എന്നുള്ളത് മറ്റൊരവസ്ഥ കൂടിയാണ്. പക്ഷേ ടാക്യോണുകൾ എന്ന് പറഞ്ഞത് അദ്ദേഹം ഒരിക്കലും ആപേക്ഷിക തകരുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടല്ല. ആപേക്ഷികതയിൽ ഒരു കാര്യം മാത്രമേ ആപേക്ഷികമല്ലാതുള്ളൂ, പ്രകാശത്തിൻ്റെ വേഗത. ഒന്നിനും പ്രകാശ വേഗതയെ മറികടക്കാൻ കഴിയില്ല. പ്രകാശ വേഗതയെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ഭാരമുള്ള വസ്തു അല്ലെങ്കിൽ പിണ്ഡമുള്ള ഒരു വസ്തു പ്രകാശ വേഗതയോട് അടുക്കുമ്പോൾ അതിൻ്റെ പിണ്ഡം അനന്തമാകും, അല്ലെങ്കിൽ ഊർജ്ജം അനന്തമാകും. അങ്ങനെയൊരു അവസ്ഥ ഉണ്ടാവില്ല, അതൊരിക്കലും സയൻസ് ആവില്ല. അതുകൊണ്ടാണ് ആപേക്ഷികതയിൽ പ്രകാശ വേഗതയെ മറികടക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. പക്ഷേ ടാക്യോണുകൾ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സൈദ്ധാന്തിക കണങ്ങളുടെ ഏറ്റവും കുറഞ്ഞ വേഗതയാണ് പ്രകാശവേഗത. അപ്പോൾ പ്രകാശവേഗത അത് മറികടക്കുന്നില്ല, പ്രകാശവേഗതയുടെ മുകളിലേക്കാണ് അതിൻ്റെ വേഗത തുടങ്ങുന്നത് തന്നെ. ഇത് കണികാ ഭൗതികത്തിലും അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സിലും ഒക്കെ ചെയ്യാവുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന പ്രയോഗങ്ങളും സങ്കല്പനങ്ങളുമാണ്. അത് ഈ നമ്മൾ പറയുന്നത് പോലെ ഈ ഒരു വലിയ പ്രപഞ്ചത്തിലേക്ക്, സ്ഥൂല പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ ക്വാണ്ടം മെക്കാനിക്സിലും അതുപോലെ തന്നെ കണികാ ഭൗതികത്തിലും ഒരുപാട് പുതിയ പുതിയ സിദ്ധാന്തങ്ങളുടെ പിറവിക്ക് കാരണമായിട്ടുണ്ട്. ആ സിദ്ധാന്തത്തിൻ്റെ പേരിൽ നിരവധി ആളുകൾക്ക് നൊബൽ സമ്മാനം പോലെയുള്ള അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മലയാളി എന്ന നിലയിലും ഒരു ഭൗതികശാസ്ത്രജ്ഞൻ എന്ന നിലയിലും ECG സുദർശൻ സാറിനെ ഒരുപക്ഷെ നമ്മൾ അംഗീകരിക്കാൻ താമസിച്ചു പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശാസ്ത്രമേഖലയിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കണ്ടെത്തലുകളും ഒരുപാട് തിരിച്ചറിവുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും നമ്മളതൊന്നും അറിയാറില്ല. ഈ അടുത്ത് തന്നെ സാറ് എഴുതുകയുണ്ടായി ഒരു 6ാമത്തെ രുചി കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ട്. എന്താണ് പലർക്കും അത് അറിയില്ല, എന്താ പറയുക, എന്താണതെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? രുചിയുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ നമ്മൾ സയൻസിൽ നിലവിലുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന സങ്കല്പങ്ങൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓസ്റ്റിയോഫാഗസ്, അതാണ് 6ാമത്തെ രുചി എന്ന് പറയുന്നത്. അതായത് കൊഴുപ്പിൻ്റെ രുചി, കൊഴുപ്പിൻ്റെ സ്വാദ്, അത് തിരിച്ചറിയാനായിട്ടുള്ള ശേഷി നമ്മുടെ നാവിനുണ്ട്. അത് എങ്ങനെയാണെന്ന്, കൊഴുപ്പിൻ്റെ സ്വാദ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തതാണ് ഈ പറയുന്ന 6ാമത്തെ രുചി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മീഡിയയിലൊക്കെ വരുമ്പോൾ, ഒരു എന്താ പറയുക, പത്രങ്ങളിലോ അല്ലെങ്കിൽ ചാനലുകളിലോ ഒക്കെ വരുമ്പോൾ ഇത് 6ാമത്തെ രുചി കണ്ടെത്തിയിരിക്കുന്നു എന്നൊരു വലിയ വാർത്ത വരും. പക്ഷേ ശാസ്ത്രലോകത്ത് അതൊരു പുതിയൊരു വാർത്തയൊന്നുമല്ല, അല്ലെങ്കിൽ വലിയൊരു സംഭവമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അടിസ്ഥാന ബലങ്ങൾ, 4 അടിസ്ഥാന ബലങ്ങളെക്കുറിച്ചാണ് നമുക്കറിയാവുന്നത്. പുതിയൊരു വാർത്ത വരുന്ന 5ാമത്തെ അടിസ്ഥാന ബലം എന്നത്. അപ്പോൾ ഒരു മീഡിയ അതൊരു വലിയൊരു വാർത്തയായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കും. പക്ഷേ ശാസ്ത്രലോകത്ത് അതൊരു വലിയ വാർത്തയായിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ വേറൊരു ഗുണവുമുണ്ട് ഇതുകൊണ്ട്, ജനങ്ങളെ സയൻസിനോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം വാർത്തകൾ ഉണ്ടാകുന്നതും നല്ലത് തന്നെയാണ്. ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പുസ്തകങ്ങൾ അങ്ങ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തത്തിൽ മലയാളികളോട് ഈ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഓരോരുത്തരും ലോകത്തെ നോക്കിക്കാണുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. ഉദാഹരണത്തിന് ഒരു രാഷ്ട്രീയക്കാരൻ്റെ
നിരീക്ഷണമായിരിക്കില്ല ഒരു കവിക്കുണ്ടാവുക, അതുപോലെ ആയിരിക്കില്ല മറ്റൊരു സാഹിത്യകാരനുണ്ടാവുക, അതുപോലെ ആയിരിക്കില്ല ഒരു പുരോഹിതനുണ്ടാവുക, അതുപോലെ ആയിരിക്കില്ല ഒരു യുക്തിവാദിക്കുണ്ടാവുക, അതുപോലെ ആയിരിക്കില്ല ഒരു വിശ്വാസിക്കുണ്ടാവുക, അതുപോലെ ആയിരിക്കില്ല ഒരു ശാസ്ത്രകാരനുണ്ടാവുക. ഏത് രീതി സ്വീകരിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഒരു രീതി തെറ്റാണെന്നോ ഒരു രീതി ശരിയാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ശാസ്ത്രകാരൻ്റെ പ്രപഞ്ച വീക്ഷണമായിരിക്കും നല്ലത്. കാരണം പരീക്ഷിച്ചറിയാൻ കഴിയുന്നത് അത് മാത്രമേ ഉള്ളൂ. മറ്റൊരാളുടെ പ്രപഞ്ച വീക്ഷണം പോലും നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ല. കവിയുടെ പ്രപഞ്ച വീക്ഷണം തെറ്റാണെന്നോ ശരിയാണെന്നോ സ്ഥാപിക്കാൻ നമുക്ക് കഴിയില്ല. രാഷ്ട്രീയക്കാരൻ്റെ പറ്റില്ല, വിശ്വാസിയുടെ പറ്റില്ല, യുക്തിവാദിയുടെയും പറ്റില്ല. എന്നാൽ ശാസ്ത്രകാരൻ്റെ പ്രപഞ്ച വീക്ഷണം അത് ശരിയാണോ തെറ്റാണോ എന്ന് പരീക്ഷണശാലയിലും സമൂഹത്തിലും തെളിയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. നമ്മൾ പ്രപഞ്ചത്തെ കാണുന്നത്, ലോകത്തെ കാണുന്നത് ശാസ്ത്രകാരൻ്റെ വീക്ഷണത്തോടുകൂടിയാകുന്നതാണ് നല്ലത്. മാഷിൻ്റെ സംസാരത്തിലൂടെ പൊതുവെ മലയാളികൾക്ക് ഒരു ശാസ്ത്രീയ ബോധം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും കൂടുതൽ എഴുത്തുകൾ പ്രതീക്ഷിക്കുകയാണ്. മീഡിയ വണ്ണിൻ്റെ മോർണിംഗ് ഷോയോട് സഹകരിച്ചത്.